നേർമൊഴി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഡൾട്ട് എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്ന പ്രമുഖ സാക്ഷരതാ പ്രവർത്തകൻ ഡോക്ടർ സി തോമസ് എബ്രഹാമുമായി PA ബിജു നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കിന്ന് ഡോക്ടർ സി തോമസ് എബ്രഹാമിനെ പരിചയപ്പെടാം. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക സേവന രംഗത്ത് ഒക്കെ 50 വർഷത്തിലേറെ പ്രവർത്തന പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഈ അരമണിക്കൂറിനുള്ളിൽ പങ്കുവയ്ക്കുവാനുള്ള ഒരു അവസരമാണ്. നമസ്കാരം സാർ. നമസ്കാരം. അങ്ങ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഡൽട്ട് എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറയാൻ തോന്നുന്ന ഒരു കാര്യം. ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അതിനു മുൻപ്, ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്വയം അങ്ങ് എങ്ങനെ പരിചയപ്പെടുത്തും? ഞാൻ യൂണിവേഴ്സിറ്റിയിലെ 2 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നിന് പുറകെ ഒന്നായിട്ടും രണ്ടും കൂടെ കലർത്തിയും പ്രവർത്തിച്ചിട്ടുണ്ട്. നാഷണൽ സർവീസ് സ്കീം, അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായിരുന്നു. അതിനുശേഷം ലൈഫ് ലോങ് ലേണിംഗ് എന്നിപ്പം അറിയപ്പെടുന്ന അന്നത്തെ അഡൾട്ട് എഡ്യൂക്കേഷൻ വകുപ്പിലും. രണ്ടിനും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു ഡയമെൻഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്നെ അവിടെ ആകർഷിച്ചതും പിടിച്ചു നിർത്തിയതും. ഒരു ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തുടങ്ങിയാൽ അങ്ങയുടെ ജനിച്ച വളർന്ന സ്ഥലം ഏതാണ്? താല്പര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടിലെ മിത്രക്കരി എന്നു പേരുള്ള പാടമാണ്. അതെ അതെ, അവിടെ ജനിച്ചു വളർന്നു. SB കോളേജിൽ BA പഠിച്ചു. അന്നത്തെ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് എനിക്കൊരു ഇംഗ്ലീഷ് അധ്യാപകനാകണം എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് MA തൃശ്ശിനാപ്പള്ളി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും HOD പറഞ്ഞു, ഐ വാണ്ട് യു ടു ടീച്ച് ഇൻ മൈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് 5 വർഷം അവിടെ പഠിപ്പിച്ചു. അപ്പോഴത്തേക്കും നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം നാട്ടിലൊരു സ്ഥലം അന്വേഷിച്ചു, ഒരു കോളേജ്, അപ്പം SH കോളേജ് തേവര, അവിടെ ഒരു വേക്കൻസി വന്നു. അവിടെ കയറി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവ് സംഭവിക്കുന്നത്. അത് എന്തായിരുന്നു സാർ? അന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. 1978 കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് SH കോളേജ് തേവര. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ NSSൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ഇൻ്റർ കോളേജിയേറ്റ് ക്യാമ്പ് സംഘടിപ്പിക്കണം. 55 കോളേജുകളിൽ നിന്ന് ക്രീം ഓഫ് ക്രീംസ് എന്ന് പറയാവുന്ന കുട്ടികളെ പങ്കെടുപ്പിക്കണം. 110 കുട്ടികളെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ക്യാമ്പ് ലീഡ് ചെയ്യാം, പക്ഷേ എനിക്കതിന് പറ്റിയ ഒരു പ്രോജക്റ്റ്, ഒരിടം ഒക്കെ കിട്ടിയാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, വേറെ എങ്ങും പോകണ്ട, പനക്കച്ചിറയ്ക്ക് വരാൻ പറഞ്ഞു. മുണ്ടക്കയത്ത് നിന്ന് 7 കിലോമീറ്റർ കോരുത്തോട് പോകുന്ന വഴി അവിടെയാണ്. അതൊരു പുനരധിവാസ കോളനിയാണ്. KK റോഡിലെ മുണ്ടക്കയം മുതൽ പെരുവന്താനം വരെ റോഡ് സൈഡിൽ താമസിച്ചിരുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി മാറ്റി പാർപ്പിച്ചതാണ്. അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ പഞ്ചായത്തുകാർ വന്ന് ലോറിയും കൊണ്ട് ചെന്ന് എല്ലാം കയറ്റി കൊണ്ട് കുത്തിയിറക്കിയ സ്ഥലമാണ് പനക്കച്ചിറ. അപ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ, പരിഭവങ്ങൾ ഒക്കെയുള്ള ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ക്യാമ്പ് നടത്താൻ എങ്ങനെ സാധിച്ചു സാർ? അതൊരു സാഹസമായിരുന്നു. കാരണം കറണ്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടുത്തെ ലോക്കൽ സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു, കോളേജ് പിള്ളേരൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത്, ആപ്പടെ അലമ്പാണ്, പ്രശ്നമാണ്, വെള്ളമില്ല, വെളിച്ചമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു വെല്ലുവിളിയുള്ള ഒരു സ്ഥലത്ത് വേണം ഈ പിള്ളേരെ കൊണ്ടിടാൻ. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ദേ വിൽ റൈസ് ടു ദി ഒക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, കറണ്ടില്ല, പെട്രോമാക്സ് വാടകയ്ക്കെടുത്തു. വെള്ളമില്ല. അപ്പോൾ അവിടെ ഒരു സാമൂഹിക പ്രവർത്തകൻ ഒരു ജീപ്പുണ്ട്, അത് 2 വീപ്പ വെക്കാം, പോയി വെള്ളമുള്ളിടത്ത് പോയി വെള്ളം കൊണ്ടുവരിക. പ്ലേറ്റ് കൊണ്ടുവരണമെന്ന് പറയാൻ മറന്നുപോയി നേരത്തെ. കുട്ടികളോട് തേക്കിൻ്റെ ഇലയിലാണ് ഭക്ഷണം കഴിച്ചതുമൊക്കെ. അപ്പം താമസിക്കാനൊരു പൊട്ടിപ്പൊളിഞ്ഞ ഗവൺമെൻറ് LP സ്കൂൾ ഉണ്ടായിരുന്നു. അന്ന് ഈ ഓലമേയുന്ന കാലമാണ്. അവിടെ പിന്നെ ആൺകുട്ടികളെ താമസിപ്പിച്ചു. തൊട്ടടുത്തുള്ള ഒരു കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു, പെൺകുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരെ അവിടെ താമസിപ്പിച്ചു. അങ്ങനെയാണ് തുടങ്ങുന്നത് കാര്യങ്ങൾ. തീർച്ചയായിട്ടും അങ്ങയുടെ മനസ്സിൽ അപ്പോഴേ ഈ പറഞ്ഞ പുനരധിവാസ കോളനിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ ലക്ഷ്യം. അപ്പോൾ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിച്ചത് എവിടെയൊക്കെയാണ്? ആദ്യ സന്ദർശനത്തിൽ തന്നെ ഇവിടെ ക്യാമ്പ് വെക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിന് മനസ്സില്ലാ മനസ്സോടെ അവിടെയുള്ള ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നി ഇതൊക്കെയാണ്, പിന്നെ സാറിന് നിർബന്ധമാണെങ്കിൽ വെച്ചോ, ഒരു കാര്യം നാട്ടുകാരുടെ സഹകരണം ഉറപ്പാക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നാട്ടുകാരെ പരിചയമില്ലല്ലോ, അതിനൊരു വഴികാട്ടിയെ തരാം എന്ന് പറഞ്ഞൊരു മോഹൻദാസിനെ തന്നു. ഞാനും മോഹൻദാസും കൂടെ പനക്കച്ചിറ ഒരു മലഞ്ചെരിവാണ്, അങ്ങോട്ട് നടന്ന് കയറുമ്പം ഇടതുവശത്ത് ഒരു കുടിലിൻ്റെ മുമ്പിൽ ഒരു പന്തൽ കണ്ടു.
പന്തൽ കണ്ടാൽ ഒന്നീ കല്യാണം അല്ലേ മരിച്ചടക്കെ. ഭാഗ്യത്തിന് കല്യാണ വീടായിരുന്നു. കല്യാണ വീടെന്ന് പറഞ്ഞാൽ 5-8 ഓലക്കീറുകൊണ്ടുണ്ടാക്കിയ ഒരു തണൽ, അതിൻ്റെ കീഴിൽ ഒരു സാരി വളച്ച് ഒരു അലങ്കാരം, അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന കറുത്ത ബെഞ്ചും സ്റ്റൂളും ഇട്ട്, അന്ന് പ്ലാസ്റ്റിക് കസേരയൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റൂളിന്മേലെ ഒരു മുറത്തിൽ കുറച്ച് ബേക്കറി സാധനങ്ങൾ, വേറെ ഒരു സ്റ്റൂളിന്മേൽ ഒരു അലൂമിനിയം കുടത്തിൽ കുറച്ച് കടുങ്കാപ്പി. അതാണ് വിഭവങ്ങൾ. അപ്പം അയൽവക്കത്തുനിന്ന് 2-3 പേരൊക്കെ അവിടെ വന്നിരുന്ന് കാപ്പി കുടിക്കുന്നു. അപ്പോൾ ഞാനും മോഹൻദാസും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നു. ഇതൊരു വിധവയുടെ വീടാണ്. ജാനകി ചേടത്തിയുടെ മകളുടെ വിവാഹമാണ്. ജാനകി ചേടത്തിക്ക് 3 മക്കൾ, പൊന്നമ്മ, മോഹനൻ, അമ്മിണി. പൊന്നമ്മയുടെ കല്യാണം പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് മുഹൂർത്തം, തലേന്ന് വൈകിട്ട് ഒരു കാപ്പി സൽക്കാരം എന്ന് പറയാം. അപ്പം ഞാനിവിടെ കയറി ചെന്നപ്പം അന്ന് എനിക്ക് ഏകദേശം 35-36 വയസ്സ്. അന്ന് വരെ ഞാൻ കാലുകുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ശുഷ്കവും ദരിദ്രവുമായ ഒരു കല്യാണപ്പന്തലാണ്. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛനില്ലല്ലോ മോൾക്ക്, അമ്മ എന്തിയെ? അമ്മ കാഞ്ഞിരപ്പള്ളിക്ക് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കല്യാണത്തലേന്ന് കാഞ്ഞിരപ്പള്ളിക്ക്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി തഹസീൽദാരെ കാണാൻ പോയതാണ്. തഹസീൽദാരെ കണ്ടാൽ വിധവകളുടെ പെമ്മക്കളുടെ കല്യാണത്തിന് 1000 രൂപ സഹായധനം കിട്ടും. അതിനാണ് പോയിരിക്കുന്നത്. അതിനിപ്പോഴാണോ പോകണം? അതാണോ ഇപ്പോൾ അത്യാവശ്യം? ഇവിടെ എത്ര മനുഷ്യർ വരുന്നതല്ലേ? അതില്ലെങ്കിൽ കല്യാണമില്ല സാറേ. അതാണ് സ്ത്രീധനം. അത് കൊണ്ടുവന്ന് ഇന്ന് വൈകിട്ട് കൊടുത്തെങ്കിലേ നാളെ രാവിലെ വിവാഹം നടക്കുകയുള്ളൂ. കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ പേര് രാജു. അവർ പറഞ്ഞ് ഞങ്ങൾ വേറെ പെണ്ണന്വേഷിക്കത്തില്ല, പക്ഷെ കാശ് വന്നിട്ട് കല്യാണം, പിന്നെ പൊല്ലാപ്പ് വേണ്ടല്ലോ, അതാണ് അവരുടെ ന്യായം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെന്നു. ഞാൻ മോഹൻദാസ് ഒരു കടുങ്കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ മോഹൻദാസ് ഒരു പണി പറ്റിച്ചു. എടീ പൊന്നമ്മേ, ഈ വന്നിരിക്കുന്നയാൾ തേവര കോളേജിലെ ഒരു പ്രൊഫസറാണ്, നീ ക്ഷണിക്ക്, സാറ് നാളെ പോകുന്നുള്ളൂ, നിൻ്റെ കല്യാണത്തിന് വരുമായിരിക്കും. ആ കൊച്ചനോട് ചോദിക്കുക, സാറിൻ്റെ കല്യാണത്തിന് വരുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായും. പറയാൻ കാരണം 110 ഏകദേശം ഇതേ പ്രായക്കാരായ കുട്ടികൾ വരുന്ന ക്യാമ്പാണ്. അപ്പോൾ എനിക്ക് പറയാമല്ലോ ഇങ്ങനെയും കല്യാണങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കണം. ആ ക്യാമ്പിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളിലൊന്ന് ചുരുക്കി പറയാമോ സാർ? അനുഭവം, കുട്ടികൾക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അജണ്ടയും അത് തന്നെയായിരുന്നു. വരുന്ന കുട്ടികൾക്ക് ഇത് ജീവിതത്തിലൊരു വഴിത്തിരിവാകണം. പക്ഷേ അതിനേക്കാൾ മുമ്പേ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായി. കാരണം ക്യാമ്പ് തീരുമ്പം എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? തിരിച്ച് തേവരയിൽ പോയി ഇംഗ്ലീഷ് പഠിപ്പിക്കണോ, അതോ ജീവിതത്തിൽ നിന്ന് 1 വർഷം അടർത്തി മാറ്റി ഇതുപോലെയുള്ള മനുഷ്യർക്ക് വേണ്ടി ജീവിക്കണോ? അതാണ് എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ വഴിത്തിരിവ്. യെസ് എന്ന് ഞാൻ പറഞ്ഞു. സോ ഐ ഡിഡ് ദാറ്റ്. ജോലി 1 വർഷത്തേക്ക് മാറ്റി വെച്ചു ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണ്. അതെ, അവരോടൊപ്പം താമസിച്ചു. അവിടെ റോഡ് പണിയിലും ഒക്കെ പങ്കെടുത്ത് അവിടെ തന്നെ താമസിച്ച് പ്രവർത്തിച്ചു. അതിന് മലനാട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വർഷത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പോകണമല്ലോ? അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത് എന്നറിയാവുന്ന ഒരാൾ കാഞ്ഞിരപ്പള്ളിയിൽ ബിഷപ്പ് പൗവത്തിൽ, ചങ്ങനാശ്ശേരിയിലെ SB കോളേജിലെ എൻ്റെ ഹോസ്റ്റൽ വാർഡനായിരുന്നു. സോ ഹീ നോസ് മീ. അപ്പോൾ പറഞ്ഞു, സോഷ്യൽ വർക്കിൽ ഇത്രയും താല്പര്യമുണ്ടല്ലോ, ഒരു ചാൻസ് ഉണ്ട്, ഒരു കനേഡിയൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡിപ്ലോമ ഇൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്, താല്പര്യമുണ്ടോ? ഞാനൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി ആ കോഴ്സ് ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്കും നാഷണൽ സർവീസ് സ്കീമിൻ്റെ ട്രെയിനിങ് സെൻറ്റർ രാജഗിരി കോളേജിലാണ്, എറണാകുളം കളമശ്ശേരി. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസും കാനഡയിലെ ട്രെയിനിങ്ങും ഒക്കെയുള്ള ഒരാൾ അവരുടെ ട്രെയിനിങ്ങിൻ്റെ കോർഡിനേറ്റർ ആകാമോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എടുത്തിടാൻ മടിയില്ലാത്ത ആളായതുകൊണ്ട് ആയി. അവിടെ കഴിയുമ്പോൾ MG യൂണിവേഴ്സിറ്റി 1983 ഫോംഡായി. 84 NSS പ്രോഗ്രാം കോർഡിനേറ്റർ വേക്കൻസി അനൗൺസ് ചെയ്തു. അപ്ലൈ ചെയ്തു, അവിടെ കയറി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ 1 വർഷമൊക്കെ ഇവിടെ വന്ന് താമസിച്ചു എന്ന് പറഞ്ഞു, നാട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തിരുച്ചനാപ്പള്ളിയിൽ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങ് വിവാഹിതനാണോ? വിവാഹിതനാണ്. ഞാൻ ഈ 1 വർഷം പനക്കച്ചിറ പോകുമ്പോൾ എൻ്റെ വീട്ടുകാരി ഇലക്ട്രിസിറ്റി ബോർഡിൽ പെരുമ്പാവൂർ കാഷ്യറായിട്ട് ജോലി ചെയ്യാണ്. അന്ന് ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ആ മക്കളെയും വീട്ടുകാരെയും ഒരു വാടക വീട്ടിലാക്കിയിട്ടുള്ള ഒരു ഇറങ്ങിപ്പോക്കായിരുന്നു. അവരുടെ സഹകരണം വളരെ പ്രധാനമാണല്ലോ. അവർ പറഞ്ഞ വാചകം മറക്കാനാവില്ല. പനക്കച്ചിറയ്ക്ക് പോയാലേ സന്തോഷമാവുള്ളെങ്കിൽ പൊക്കോ, ഞാൻ കുടുംബം മാനേജ് ചെയ്ത് കഴിയാം. അപ്പം അങ്ങേക്ക് പോകാനായിട്ട് സാധിച്ചു. പിന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷം
പിന്നീട് ഞാൻ അങ്ങയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ കോട്ടയം നഗരം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷ നഗരമായി മാറിയതിനു പിന്നിൽ അങ്ങയുടെ വലിയൊരു റോളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഗാന്ധി യൂണിവേഴ്സിറ്റി NSS മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇത് പറയുമോ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കോട്ടയം ടൗണിലുള്ള 4 കോളേജുകൾ ഒരു സർവേ നടത്തി, സോഷ്യോ ഇക്കണോമിക് സർവേ. അപ്പോൾ അതിൽ തെളിഞ്ഞ ഒരു കാര്യം, കോട്ടയം നഗരത്തിലാകെ 2208 നിരക്ഷരർ മാത്രമേ ഉള്ളൂ എന്നാണ്. ഏത് വർഷമായിരിക്കും ഇത്? സർവേ നടക്കുന്നത് 1988. അന്നത്തെ പോപ്പുലേഷൻ 68,500 പരം. അപ്പം പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഒരു 3% ഉള്ളൂ ഇല്ലിറ്ററസി. അപ്പോൾ എന്നാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു പ്രോജക്റ്റ് എഴുതി 100% ലിറ്ററസി ക്യാമ്പയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ NSSൻ്റെ പ്രോജക്റ്റാണ്. NSSൻ്റെ പ്രോജക്റ്റാണ്. അന്നത്തെ വൈസ് ചാൻസലർ അനന്തമൂർത്തി സാറാണ് രണ്ടാമത്തെ വൈസ് ചാൻസലർ. അങ്ങനെ ആരംഭിച്ചതാണ്. അത് വലിയൊരു ജനകീയ മുന്നേറ്റമായിട്ട് മാറി എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത. അതൊക്കെ വലിയൊരു പ്രവർത്തനമായിരുന്നു സാക്ഷരത. അപ്പം അതിലേക്കൊക്കെ കൊണ്ടുവന്ന തുടക്കം ഈ പറഞ്ഞ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു പ്രവർത്തനത്തിൽ നല്ലൊരു ഫൈൻഡിങ്ങിൽ നിന്ന് കിട്ടിയ ഒരു സംഗതിയാണ് അല്ലേ? അപ്പം അങ്ങനെ കുട്ടികളെ ഇപ്പോൾ എങ്ങനെയാണ് നിരക്ഷരായിട്ടുള്ളവരോ, ഒന്നുകിൽ തീരെ ഒന്നുമില്ലാത്തവരോ, കുടിലുകളിലുള്ളവരോ, റെയിൽവേ കട്ടിങ്ങിൽ താമസിക്കുന്നവരോ, അങ്ങനെയൊക്കെയുള്ള ആയിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ ഇത് മാനേജ് ചെയ്തു? ആദ്യ കാലഘട്ടങ്ങളിൽ പഠനം സെൻറ്ററുകൾ തുടങ്ങിയോ? എങ്ങനെ? നമ്മൾ കോട്ടയത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഓറിയൻറ്റേഷൻ കൊടുത്തു. അപ്പം NSS വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരായിരിക്കണമെന്നില്ല, അവർക്ക് വീട്ടിൽ. അപ്പം അവരിവിടെ വന്നൊരു ലിറ്ററസി റീസർവേ നടത്തി ഐഡൻറ്റിഫൈ ചെയ്തു കൃത്യമായ ആൾക്കാരുടെ. എന്നിട്ട് ഈച്ച് വൺ ടീച്ച് വൺ ആയിരുന്നു മുദ്രാവാക്യം. അപ്പോൾ ഒരു നിരക്ഷരനെ പഠിപ്പിക്കാൻ അടുത്തുള്ള ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളെ ലിങ്ക് ചെയ്യണം. അപ്പം അതിങ്ങനെ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ ഉപയോഗിച്ച വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കോട്ട് സ്റ്റീഫൻ ഗ്രെല്ലെ, അദ്ദേഹം ഒരു ഫ്രഞ്ച് സാമൂഹ്യ പ്രവർത്തകനും ഫിലോസഫറും ഒക്കെയാണ്. ഞാൻ ഒരിക്കലേ ഈ ലോകത്തുകൂടി കടന്നു പോകൂ. സഹജീവികൾക്ക് ചെയ്യാനാവുന്ന നന്മ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യട്ടെ. അത് വേണ്ടെന്ന് വയ്ക്കാനോ പിന്നത്തേക്ക് മാറ്റിവെക്കാനോ പാടില്ല. കാരണം ഞാൻ ഇനിയും ഇതുവഴി വരില്ല. ഈ ഒരു ചിന്ത കുട്ടികളിലേക്ക് കൊടുത്തു. കുട്ടികളിലും പിന്നെ സാക്ഷരതാ പ്രവർത്തകർ. ഇപ്പോൾ ഈച്ച് വൺ ടീച്ച് വൺ എന്നുള്ളത് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാനിത് കേട്ടിരുന്നു. ഞാൻ നാഷണൽ സർവീസ് സ്കീമിലുണ്ടായിരുന്നു ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഈച്ച് വൺ ടീച്ച് വൺ എന്നുള്ളത് പക്ഷേ ഞാൻ ഇതല്ലാതെ ഇതിന് പുറത്തും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ സ്കൗട്ട് മൂവ്മെൻറ്റിലുള്ള കാലത്തും ചാണ്ടപ്പള്ള കുര്യാക്കോസ് സാർ ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന് വലിയൊരു ഡയമെൻഷൻ കിട്ടിയോ? അങ്ങയുടെ ഒരു ആപ്തവാക്യമാണോ അതോ മറ്റെവിടെയെങ്കിലും കടം കൊണ്ടതാണോ? നേരത്തെ ഉള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കൂടെ പറയാം. അന്ന് 1989 കോട്ടയം സാക്ഷര നഗരമായിട്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകുന്ന എല്ലാ എൻവലപ്പയിലും ഈ ഒരു മുദ്രാവാക്യം ചേർക്കണം എന്ന് ഞാനൊരു നോട്ട് വൈസ് ചാൻസലർ കൊടുത്ു. ഈച്ച് വൺ ടീച്ച് വൺ മേക്ക് നാഷണൽ ലിറ്ററസി മിഷൻ എ സക്സസ്. ഈ 2 ലൈന് ഇന്നും 2024 MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകുന്ന എല്ലാ എൻവലപ്പിൻ്റെയും പുറകിലുണ്ട്. ലിറ്ററസിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആപ്തവാക്യമല്ല ഇത്, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി എന്നുള്ളത്. അപ്പോൾ അത് ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു. അത് ഒരു വലിയ വിജയമായി. കേരളം പിന്നീട് സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് വന്നു. എറണാകുളം ആദ്യ സമ്പൂർണ്ണ സാക്ഷര ജില്ലയായി. അത് പിന്നീട് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളും അക്ഷര കേരളം വന്നു സംസ്ഥാന തലത്തിൽ, കഴിഞ്ഞിട്ട് നാഷണൽ ലെവലിലെടുത്തു. അത് ഒരു വഴിക്ക് നീങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സമയം കഴിഞ്ഞ് വിരമിക്കേണ്ടി വന്നു കാണുമല്ലോ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാനൊരു 4 വർഷം ഡെപ്യൂട്ടേഷനിൽ ഒരു ജർമ്മൻ ഓർഗനൈസേഷനിൽ കോയമ്പത്തൂർ, അവിടെ ചെന്നപ്പം വീണ്ടും ഒരു വഴിത്തിരിവുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ട്രെയിനിങ് മെത്തഡോളജി TCI എന്ന് പറഞ്ഞ ഒരു വളർത്തുന്ന മനഃശാസ്ത്രത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അവർ പറഞ്ഞു നോട്ട് എ സർപ്രൈസ്, കാരണം ഇന്ത്യയിൽ അത് വന്നിട്ടില്ല, ബട്ട് ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണ്. അപ്പോൾ എന്നെ അവർ ജർമ്മനിയിൽ വിട്ടു. 5-6 പ്രാവശ്യം പോയി. തീം സെൻറ്റേർഡ് ഇൻറ്ററാക്ഷൻ. ഒരു തീം വേണം. തീം എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസ്ഡ് സബ്ജക്റ്റാണ്. ഇപ്പോൾ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അതൊരു സബ്ജക്റ്റാണ്. പക്ഷേ നമ്മുടെ 3 മക്കളെ എങ്ങനെ നല്ല മനുഷ്യരായി വളർത്താം എന്ന് പറയുമ്പോൾ അതൊരു തീമായി. നമ്മുടെ മക്കളെ നമുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം റബ്ബർ കൃഷിയിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതൊരു പൊതുവിഷയമാണ്. മീനച്ചിൽ താലൂക്കിലെ ചെറുകിട റബ്ബർ കർഷകരായ നമുക്കെങ്ങനെ ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് പിടിച്ചു നിൽക്കാം,
വ്യക്തിഗതമായി മാറുക, വ്യക്തിഗതമാവുകയാണ്, പ്രാദേശികവൽകൃതമാവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ആഹ്വാന ശക്തിയുണ്ട് തീമിന്. അതിൻ്റെ ഒരു പ്രധാന ഒരു തീം, ഒരു കോൺസെപ്റ്റ്, അന്തരീക്ഷം അനുകൂലമാണെങ്കിൽ ഏത് മുട്ടും വിരിയും. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ എൻവയൺമെൻറ്റിൽ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ വരുമ്പോഴത്തേക്കും ആളുകൾ തുറക്കുന്നു. ഇൻട്രോസ്പെക്ഷൻ ആൻഡ് ഇൻറ്ററാക്ഷൻ ലീഡിങ് ടു പോസിബിൾ ട്രാൻസ്ഫോർമേഷൻ. പക്ഷേ അവനവൻ്റെ ഹൃദയത്തിൻ്റെ താക്കോലുകൾ തന്നെ അവനവൻ ഇട്ടത്ത് തുറക്കുകയും അത് മറ്റുള്ളവരിലേക്ക് അത് പകരുകയും ചെയ്യും. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ TCI എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി, ഇറ്റ്സ് എ ഗ്രൂപ്പ് ബേസ്ഡ് ആക്ടിവിറ്റി. നമുക്ക് ഒറ്റയ്ക്കാർക്കും വളരാനാവില്ല. വി നീഡ് വൺ അനദർ ടു ഗ്രോ അപ്പ് വിത്ത്. അപ്പോൾ ഒരു സോഷ്യൽ സൈക്കോളജിയാണത്. സാധാരണഗതിയിൽ നമ്മൾ പരിശീലിക്കുന്ന സൈക്കോളജി എന്ന് പറയുന്നത് ഒരു വ്യക്തിഗതമാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് അയാളുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളിലൂടെയോ അയാൾ മാത്രം ഇടപഴകുന്ന മേഖലകളിലൂടെയോ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. ഇത് ഒരു ചെറിയ സമൂഹത്തിൻ്റെ, ചെറിയൊരു ഗ്രൂപ്പിൻ്റെ വളർച്ചയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. അത് പിന്നീട് പരീക്ഷിച്ചോ, NSSൽ കൊണ്ടുവന്നോ, അതോ മറ്റ് ഏത് മേഖലയിൽ? അത് ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് നേരത്തെ അഡൾട്ട് എഡ്യൂക്കേഷൻ ലൈഫ് ലോങ് ആയി. അപ്പോൾ ചെറിയ ഗ്രൂപ്പുകൾക്ക് പരിശീലനം കൊടുക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് നമ്മൾ ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഒരു മൂവ്മെൻറ്റ് ആരംഭിച്ചു. ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഫോർ തീം സെൻറ്റേർഡ് ഇൻറ്ററാക്ഷൻ ഇൻ്റർനാഷണൽ എന്നാണ് അതിൻ്റെ പേര്. സാർ അതിന് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാ മേഖലയിലുള്ളവർക്കും താല്പര്യമുള്ള ഒരു ജീവിയാണ് ചിത്രശലഭം. ഇതെങ്ങനെയാണ് സാമൂഹ്യ സേവന രംഗത്തേക്ക് വരുന്നത്? നല്ലൊരു ചോദ്യമാണ്. 2 ലെവലിലാണത്. ഒന്ന്, ഈ എഡ്വേർഡ് ലോറൻസ് എന്ന പേരുള്ള ഒരു മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ കാലാവസ്ഥ പ്രവചന ശാസ്ത്രത്തിൻ്റെ തലവൻ, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ബ്രസീലിൽ ഒരു ചെറിയ ചിത്രശലഭം ചിറകനക്കിയാൽ അതങ്ങ് അകലെ അമേരിക്കയിലെ ടെക്സസിൽ ഒരു ചുഴലിക്കാറ്റ് അഴിച്ചുവിട്ടേക്കാമോ? ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു ചെറിയ ചിറകനക്കം കൊണ്ട് ലോകത്തിലൊരു വമ്പൻ മാറ്റം ഉണ്ടാക്കാനാകും എന്ന് വെച്ചാൽ ആരും നിസ്സാരരല്ല. അങ്ങനെ തെളിയിച്ച മഹാന്മാർ ലോകത്തിലുണ്ട്. അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വാക്യമാണ് അങ്ങ് പറഞ്ഞത്. അപ്പം ഇത് ഈ ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ അടിസ്ഥാനമായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം ഒരു ശാസ്ത്ര സത്യമാണ്. അത് ഒരു പുഴു എങ്ങനെ ശലഭമാകുന്നു എന്നുള്ള ചോദ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരും അത് പഠിപ്പിച്ചിട്ടില്ല. അതിങ്ങനെ പ്യൂപ്പ സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോൾ പുഴു ശലഭമാകുന്നു എന്നല്ലേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതെ. പക്ഷേ ഈ പ്യൂപ്പ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പ്യൂപ്പ സ്റ്റേജിൽ ഈ കാറ്റർപില്ലറിൻ്റെ ശരീരത്തിനുള്ളിൽ മുഴുവനും കാറ്റർപില്ലർ സെല്ലുകളാണല്ലോ. അപ്പം അതിനിടയിൽ ഏതാനും സെല്ലുകൾ, ഏകദേശം 2% ഡോർമെൻ്റ് സെല്ലുകൾ വേറെ ഒരു വെറൈറ്റി ഉണ്ട്. അവയുടെ പേര് ഇമാജിനൽ സെൽസ് എന്നാണ്. ഈ ഇമാജിനൽ സെല്ലുകളുടെ ജനിതക രേഖ ഭാവിയിൽ ശലഭമുണ്ടാകാനാണ്. എന്നാൽ മജോറിറ്റി, അബൌട്ട് 97-98% സെല്ലുകൾ കാറ്റർപില്ലറിൽ നിന്നും കാറ്റർപില്ലറെ വരൂ. അപ്പോൾ പ്യൂപ്പയിൽ ഏറ്റവും കൂടുതലുള്ള മജോറിറ്റി ആയിട്ടുള്ള സെല്ലുകളെ ഒരു പക്ഷേ മാറ്റി നിർത്തിക്കൊണ്ട് അതിൽ മൈനോറിറ്റി ആയിട്ടുള്ള ചെറിയ ശലഭമാകാനുള്ള സെല്ലുകളാണ് അവിടെ വിജയിക്കാൻ പോകുന്നത്. അതെ അതെ, അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. അതൊരു വലിയ വിസ്മയമാണ് സംഭവിക്കുന്നത്. ഈ ഇവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കാറ്റർപില്ലർ സെല്ലുകൾ ഇവരെ മൈനോറിറ്റി അറ്റാക്ക് ചെയ്യുമ്പം ഇവർ സടകുടഞ്ഞെഴുന്നേക്കുന്നു. ആൻഡ് മൾട്ടിപ്ലൈ വിത്ത് എ റിവെഞ്ച്. ഒരു വാശിയോടുകൂടി അങ്ങ് പെരുകയാണ്. 100 തൊട്ട് കളിച്ചാൽ അത് 1000-ആയി, 10,000-10,000-ആയി, ലക്ഷമായി. അങ്ങനെ കാറ്റർപില്ലറുകൾ മുഴുവനും നിഷ്കാസിതരാവുകയാണ്. ഒരു ജനിതക അട്ടിമറിയാണ് പ്യൂപ്പ സ്റ്റേജിൽ നടക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സമൂഹത്തിലും ഉണ്ട് ഈ പുഴുപ്രവണതകൾ. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു എന്നൊക്കെയുള്ള പോക്ക്. എങ്ങനെ എൻ്റെ ഉള്ളിലും ചില പ്രകാശരേണുക്കളുണ്ടാവാം. അത് ഇതിനെ കീഴ്പ്പെടുത്തുമോ അതോ എൻ്റെ സ്വാഭാവിക ഗതികൾ എന്നിലെ പ്രകാശരേണുക്കളെ കെടുത്തുമോ എന്നുള്ളതൊക്കെ നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പ്രകാശരേണുക്കളെ ഉദ്ദീപിപ്പിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ TCI വരുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ചാലകശക്തി. അതിലൂടെ ഇത് പെരുകുന്നു. ഈ എല്ലാ പഞ്ചായത്തിലും എല്ലാ ജില്ലയിലും ഉണ്ടല്ലോ കുറച്ച് ഇമാജിനൽസ്. ഒഴുക്കിനെതിരെ നിലപാടെടുക്കുന്നവർ, സ്വയം മറന്ന് സമൂഹത്തിന് സമർപ്പിക്കുന്നവർ. അതൊന്നും ആ ഒരു ഒറ്റപ്പെട്ട ശബ്ദം പോലും ഈ പറഞ്ഞ ബട്ടർഫ്ലൈ ഇഫക്റ്റിൻ്റെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളിൽ ഗുണവും ദോഷവും ഉണ്ടാകാമല്ലോ, 2 തരത്തിലും വരുമല്ലോ. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ഒരു കാര്യമാണ്.
ഒറ്റപ്പെട്ട ശബ്ദങ്ങളിൽ ചിലത് വളരെ വികലമായ ശബ്ദങ്ങളും ആകാം, പക്ഷെ അത് തിരിച്ചറിഞ്ഞ് അത് നിലനിൽക്കും. അപ്പം ആ രീതിയിലുള്ള പ്രോത്സാഹനം അന്തരീക്ഷം കൊടുത്താൽ നമുക്കൊരു, അവിടെയാണ് ഇതിൻ്റെ മുദ്രാവാക്യം, ശലഭ പരിണാമം പോലെ മാനവ പരിണാമം സാധ്യമാണ്. ഇതൊരു നോറി ഹഡിൽ എന്ന് പേരുള്ള ഒരു അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയുടെ ഒരു ചോദ്യമുണ്ട്. ഒരു പുഴുവിന് ചിത്രശലഭമാകാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യരാശിക്ക് തന്നെ ശലഭമായി കൂടാ? അതാണ് ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ്റെ. ഇപ്പോൾ ഈ ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു NGO ആണ് കേരളത്തിൽ, അത് ഇന്ത്യയിൽ തന്നെ സജീവമാണ്. ഇപ്പം ഓൾ കേരള ഉണ്ട്, ഇപ്പം കാശ്മീരിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ നാഗർകോവിൽ തമിഴ്നാട്ടിലേക്ക് പതുക്കെ കടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റേറ്റ് ലെവൽ കോൺഫറൻസ് ഇവിടെ ശലഭ സംഗമം തിരുവനന്തപുരത്ത് നടക്കുകയാണ് നാളെ. ഇപ്പോൾ ഒരു പുഴു ശലഭമായിട്ട് മാറുകയാണ്, അല്ല ഉയർത്തെണീൽക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ ഏത് പുഴു അവസ്ഥകളിൽ നിന്നാണ്, ഏതാണ് നമ്മൾ തിരസ്കരിക്കേണ്ടതായ അവസ്ഥ, ഏതാണ് നമ്മൾ തിരിച്ചറിയണമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? അവിടെ നമുക്ക് വേണ്ടത് ഒരു ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് ആണ്, ഒരു വിശകലനാത്മകമായ വിമർശനാത്മകമായ ഒരു അവബോധം. ഒരു കാര്യം സാധാരണ നമ്മളിപ്പം വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. എന്തിന് ഇത്രയേറെ മതിലുകൾ? ജർമ്മനിയിലും മതിലുകൾ തീരെയില്ല. 6 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോഴെല്ലാവരും വീടിനൊപ്പം വലിയ മതിൽ പണിത് ഒറ്റപ്പെടുക എന്നുള്ളതാണ്. എന്നിട്ടിപ്പോഴേ ഗേറ്റോ, ഇപ്പോൾ റിമോട്ട് കൺട്രോളിൽ ഗേറ്റ്. അപ്പം ഉൾവലിഞ്ഞ ജീവിതത്തിൻ്റെ പ്രതീകമാണ് ഈ ഒരു മതിൽ എന്നതിൻ്റെ അർത്ഥം മതി ഇതിലേ എന്നാണല്ലോ. അതെ. അപ്പോൾ ഈ ഒരു ഉൾവലിവിൻ്റെ സ്വാർത്ഥമാത്ര പരതയുടെ ഒരു കൾച്ചറ് പുഴുപ്രവണതയാണ്. കേരളത്തിൽ അത് കൂടിക്കൂടി വരുന്നു. പലപ്പോഴും ഈ പറഞ്ഞ ഗേറ്റിനുള്ളിൽ, മതിലുകൾക്കുള്ളിൽ പരസഹായമില്ലാതെ ആൾക്കാർ ഇപ്പോൾ ശുഷ്കിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട് നമ്മുടെ പല സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് പുതിയ തലമുറ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പ്രായമായ മാതാപിതാക്കൾ ഈ കെട്ടിനുള്ളിൽ അവർ നിസ്സഹായരായിട്ട് പോകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ഇത് പൊളിച്ച് കളയണം തീർച്ചയായിട്ടും. പക്ഷേ ഇതൊക്കെ നമ്മളൊരു സാങ്കല്പിക ലെവലിൽ നിന്ന് പറയുന്നതിനപ്പുറം പ്രായോഗികമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ വരാൻ പറയും? ഒരു മതിലുണ്ടാവുന്നത് ഒരു പക്ഷേ ഒരു അതിലുണ്ടാവേണ്ടതുണ്ട്, പിന്നീട് വഴക്കുണ്ടാവാതിരിക്കാനായിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ, അല്ലെ പിന്നീട് വിൽക്കുമ്പോൾ മുറിച്ച് വെക്കാൻ സൗകര്യമാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കുറേ കാലമായിട്ട് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതും കൂടി ആവാമല്ലോ ഇത്. അപ്പം അത്തരം പ്രശ്നങ്ങളെ കൂടി നമ്മൾ നേരിടേണ്ടി വരില്ലേ? ഞങ്ങളൊരു മാതൃക സൃഷ്ടിക്കുകയാണ്. 15 മുതിർന്ന പൗരന്മാർ. ഞങ്ങൾ 2015 ആരംഭിച്ച ഒരു സംഘടനയുണ്ട് കോട്ടയത്ത്, സിനർജി എന്നാണ് അതിൻ്റെ പേര്. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങി, എന്തിനും നമ്മൾ വേറിട്ട് കഴിയണം. അപ്പോൾ ഞങ്ങൾ 30 പേര്, 15 കുടുംബക്കാർ പാലായ്ക്കടുത്ത് സിനർജി ഹോംസ് എന്ന് പറഞ്ഞ് 1 ഏക്കർ 35 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് 15 വില്ല പോലെ പണിത് കഴിഞ്ഞു. അടുത്ത മാസം കയറി താമസമാണ്. മതിലില്ല, പകരം ജൈവ വേലിയാണ്, ഗേറ്റും ഇല്ല. ഒരു പരീക്ഷണം. ഒരു വീടിനും അടുക്കളയില്ല, കോമൺ കിച്ചണാണ്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിനനുസരിച്ച് അങ്ങ് ഡിഫ്യൂസ് ചെയ്ത് പോകുമായിരിക്കും അല്ലേ? അത് പ്രത്യേകിച്ച് ഞങ്ങൾ മുതിർന്നവരാണ്. ഇപ്പോൾ മുതിർന്നവരിപ്പോൾ ഒരു വീടിനകത്ത് ഒറ്റപ്പെട്ട് കിടന്ന് മരിച്ചാലും 2 ദിവസം കഴിഞ്ഞ് അറിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഈ നാട്ടിൽ. അപ്പോൾ ഒരു കോൺഫിഡൻസ്, ഞാൻ അതിലെ ഒരു അന്തേവാസിയാകാൻ പോകുന്നയാളാണ്. ഡെയിലി എൻ്റെ വീട്ടിൽ ഒരു 4-5 സന്ദർശകരുണ്ടാവും, കൊച്ചു വർത്തമാനം പറയാനായിട്ട് വരും. നമുക്ക് പരസ്പരം താങ്ങും തണലുമാകാം, എന്തിനും ഒറ്റപ്പെട്ട് കഴിയണം. ഇതൊരു ബദൽ ചിന്തയാണ്. അപ്പോൾ ഈ ഇമാജിനൽ എന്നുള്ള ഒരു ബദലാണ് ജീവിതത്തിൽ, സമൂഹത്തിൽ കുറേ ആരോഗ്യകരമായ ബദൽ ചിന്തകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരം ചിന്തകളെ വളർത്താനായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബട്ടർഫ്ലൈ ഫൗണ്ടേഷനിലൂടെ. അതിന് എല്ലാവിധ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. അങ്ങ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മൊത്തം ഒരു 20 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ 2 ബട്ടർഫ്ലൈ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എനിക്കും ഒരു ചിത്രശലഭമാകണമെങ്കിലോ എന്ന ഒരു കഥപുസ്തകമാണ്. അത് കുട്ടികൾക്ക് വേണ്ടി ഒരു വർക്ക് ബുക്കായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ജോനാഥൻ ലിവിങ്സ്റ്റൺ സീഗളിൻ്റെ പറക്കാൻ പിറന്നവർ നാം, അതും ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു വർക്ക് ബുക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ഐശ്വര്യത്തോടെ പ്രായമാകാം, അർത്ഥവത്തായി ജീവിക്കാം എന്ന ഒരു പോസിറ്റീവ് തിങ്കിങ്, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്നുള്ള കാഴ്ചപ്പാട് മുതിർന്നവരിൽ ഉറപ്പിക്കാൻ വേണ്ടി. ഒരു കാര്യം കൂടെ പറയാം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ്. ഫസ്റ്റ് ഏജ് കുട്ടിക്കാലം, പഠനകാലം. സെക്കൻഡ് ഏജ് ജോലിക്കാലം. തേർഡ് ഏജ് സോക്കോൾഡ് റിട്ടയർഡ് ആൾക്കാരുടെ കാലം. അതല്ല, സാധാരണ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പഠിത്തത്തിന് വേണ്ടി മാത്രമുള്ള സംഗതിയായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്.
അങ്ങനെ ഒരു സംഗതി നിലവിൽ വന്നു കഴിഞ്ഞു. അതൊരു എവിടെയാണത്? യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ദ തേർഡ് ഏജ്. അത് എന്താണ്? അത് ഏത് മേഖലയില്ല അത് പ്രവർത്തനം? അത് 55-56 കഴിഞ്ഞവർ, അതൊരു സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷനാണ്. നാട്ടിൻപുറത്തും എവിടെയും ഒരു 15-20 പേര് മാസത്തിലൊരിക്കൽ ഒന്നിച്ചു കൂടുന്നു. ഒറ്റപ്പെടേണ്ടതില്ല. ജീവിതാനുഭവങ്ങളും എക്സ്പേർട്ടീസും ഉള്ളവർ ഒത്തുകൂടുന്നു എന്നുള്ളത് അവിടെ ഒരു സിനർജിയുടെ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഒരു സങ്കോർജം സംജാതമാകുന്നുണ്ട്. പിന്നെ അവർക്കിഷ്ടമുള്ള താല്പര്യങ്ങൾ പെർസ്യൂ ചെയ്യുന്നു. യാത്ര പോകേണ്ടവർക്ക് പോകുന്നു, പാട്ട് പാടേണ്ടവർക്ക് പാട്ട് പാടാം. അങ്ങനെയുള്ള 150 പേരാണ് ഇവിടെ തിരുവനന്തപുരത്ത് മൺവിളയിൽ ഇന്ന് വൈകിട്ട് നാളെ രാവിലെയായിട്ടും എത്തും. കാരണം യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റാണിത്. U3A എന്നതിൻ്റെ ഷോർട്ട് ഫോം. U3A ഇനോഗ്രേറ്റ് ചെയ്തത് 2023 മാർച്ച് 11-നാണ്. 80 രാജ്യങ്ങളിലുണ്ട്. അതിലൊന്ന് നമ്മുടെ രാജ്യം. നമുക്ക് കേരളത്തിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ, ഇന്ത്യയിൽ വേറൊരു യൂണിവേഴ്സിറ്റി ഇത് ഏറ്റെടുത്തിട്ടില്ല. നമ്മൾ ചെയ്യുന്നു പല പല മേഖലകളിൽ. ഇപ്പം അങ്ങേപോലെ പല മേഖലകളിൽ പരിചിതരായ ആൾക്കാർ, അവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ലാതാവുമ്പോൾ അത് ഷെയർ ചെയ്തു സമൂഹത്തിന് വേണ്ടിയിട്ട്. അതാണ് ഇപ്പോഴത്തെ വൈസ് ചാൻസലർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തുകൊണ്ട് നമ്മുടെ U3A യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി ISROയുടെ കൊലാബറേഷനിൽ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തുകൂടാ? ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഒരു മീറ്റിങ്ങിൽ ചോദിച്ചതാണ്. അപ്പം അത്രയ്ക്ക് അനന്ത സാധ്യതകളുടെ ഒരു മേഖലയിൽ പരിചിതരായ ആൾക്കാർ ഒന്നിച്ചു കൂടിയാലും മതിയാവും. അതെ. ഒരു യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അല്ലെ അവിടുത്തെ സ്റ്റുഡൻസായിട്ട് ലോകോത്തര ഉന്നതികളിലേക്ക് എത്രയോ വരുന്നത്. കോട്ടയം CMS കോളേജിലെ ഫിസിക്സിൽ പഠിച്ച ആളാണ് ECG സുദർശൻ എന്ന് പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഊർജ്ജങ്ങളാണ്. ലീഡിങ് ഒത്തിരി ഫ്രസ്ട്രേഷനും മുതിർന്നവർക്കിടയ്ക്കുണ്ട്, ഡിപ്രഷനും ഉണ്ട്. അതൊക്കെ കുറയും. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ളവരുടെ ജീവിതഗതികളിൽ നന്മയെ ചേർത്ത് വയ്ക്കുന്ന ഒരു ഇടപാടാണ്. നന്മയായുള്ളതിനെ അല്ലെങ്കിൽ ഗുണമായുള്ളതിനെ ഒന്നിച്ച് ചേർത്ത് വയ്ക്കുകയും തിന്മയായുള്ളതിനെ തമസ്കരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് അങ്ങ് ഇത്രയേറെ കാലഘട്ടങ്ങൾ. ജോലിയിൽ ആദ്യം പ്രവേശിച്ച ഏത് വർഷമായിരിക്കാം ഈ പറഞ്ഞ? 1970. ഇപ്പോൾ 70 മുതൽ തീർച്ചയായിട്ടും ഈ പ്രവർത്തന മേഖലയിലുണ്ട്. തീർച്ചയായിട്ടും ഇമാജിനൽ സെൽസ് അതിജീവിക്കുന്ന ജനിതക അട്ടിമറിക്ക് നേതൃത്വം വഹിക്കുന്ന സെല്ലുകളാണത്. അത് സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും അന്തരീക്ഷത്തിലും പ്രകൃതിയിലും ഒക്കെ ഉണ്ട്. അതിനെ കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ പരിപാടി കേൾക്കുന്ന ശ്രോതാക്കളുടെ ഉള്ളിലും തീർച്ചയായിട്ടും ഇമാജിനൽ സെൽസ് ഉണ്ട്. വ്യത്യസ്തമായ സമൂഹത്തിൽ പ്രകാശം പരത്താവുന്ന സെല്ലുകളുണ്ട്, അല്ലെങ്കിൽ കണികകളുണ്ട്. ആ കണികകളെ ഉത്തേജിപ്പിക്കുവാൻ അങ്ങയുടെ വാക്കുകൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ആകാശവാണിയുടെ ശ്രോതാക്കൾക്കായി ഇത്ര സമയം ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. താങ്ക് യു. സന്തോഷം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഡൾട്ട് എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്ന പ്രമുഖ സാക്ഷരതാ പ്രവർത്തകൻ ഡോക്ടർ C. തോമസ് എബ്രഹാമുമായി PA ബിജു നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നേർമൊഴി സമാപിക്കുന്നു.